ഇന്ന് പ്ലസ് ടുവിലെ സെൻഡ് ഓഫിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിവസമായിരുന്നു. ക്ലാസ് ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ലഘുവായിട്ടായിരുന്നു ഞങ്ങളുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. വേറെ വലിയ സെലിബ്രേഷൻ്റെ വീഡിയോ ഉണ്ട്, ഉടനെ വരുന്നതായിരിക്കും. 2.5 മാസം മുമ്പത്തെ എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ഡേയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആദ്യം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ ഞങ്ങളൊന്ന് സെറ്റായി വന്നപ്പോഴാണ് രക്ഷ വന്നത്. വിചാരിച്ചത് ഞങ്ങൾ പറഞ്ഞത് എല്ലാം നല്ല കുട്ടിയാണ്, നല്ല പഠിക്കണ കുട്ടിയാണ്, വലിയ ചാടിയാണ്. പക്ഷെ കുടുംബത്തിൽ തന്നെ ഒരു മിണ്ടാതിരിക്കുന്ന കുട്ടിയുണ്ടായിരുന്നു. അതായത് കണ്ട പാവം തോന്നില്ല, പക്ഷെ മിണ്ടൂല, പക്ഷെ ഒരു ദേഷ്യം തോന്നുന്ന ആ രൂപം അതിന് കേട്ടിട്ടാണ് വിശ്വ സംസാരിച്ചത്. പിന്നെ സ്കൂൾക്ക് വരുമ്പോ ബസ്സില് സഫ്നുണ്ടായിരുന്നു. സഫ്ന എപ്പോഴും കാണിച്ചിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ അറിയില്ലായിരുന്നു. ഞാൻ തിരിച്ചെടുക്കലില്ലായിരുന്നു, പക്ഷെ എന്തായാലും സഫ്നന് മനസ്സിലായി. പിന്നെ അപ്പൊ ഭയങ്കര ചാടിയാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് വെറും ഇത്ര ടീമാണ്, അത്ര ടീമാണെന്ന് വിചാരിച്ചില്ലേ, പക്ഷെ ഇത്ര ടീം. പിന്നെ ആദ്യമൊക്കെ എനിക്ക് വിളിച്ചേക്കും ബാക്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം എപ്പോഴും ചിരി കേൾക്കും, വർത്താനം കേൾക്കും, അങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പഠിച്ചിട്ട് എല്ലാവരും നല്ല ക്ലാസ് ശ്രദ്ധിക്കുമല്ലോ, അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ നല്ല ടിക്കറ്റ്. പിന്നെ ലാസ്റ്റ് അനീസ്റ്റർ പോകാനായിട്ടാണ് ഞങ്ങൾ NSS-നായതുകൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങൾ 4 പേര് NSS-ൽ. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആയത്. പിന്നെ ഫറുവിൻ്റെ ചടിയും ഇൻഷിലാൻ്റെ അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. അതില്ലെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ലാസ്റ്റ് വെച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിലാരും ഞങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നേരറിയില്ല, ഞങ്ങൾക്ക് പിന്നീട് കുത്തി പോകുന്നത് ഇതേപോലെ ഇട്ടുകാണ്ട് വരുന്ന കുട്ടി ഭയങ്കര പിന്നത് ഇങ്ങനെയായി മാറി, അങ്ങനെയായി മാറി. It is my original. പിന്നെ എന്താ നന്ദു ചായ കുടിക്കാൻ പോയത്. നന്ദു എന്ന് പറഞ്ഞാല് ഫസ്റ്റ് തന്നെ ഒപ്പയിരുന്നു. ഞങ്ങൾ വർത്താനം പറയാം, വേറെ വർത്താനം പറഞ്ഞ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഇഷ്ടല്ലേ. പിന്നെ ആ ശ്രേയ വന്നപ്പോൾ ശ്രേയക്ക് ഞങ്ങളെ അത് ഇഷ്ടമായിരുന്നു. ഇല്ലേ പറഞ്ഞില്ലേ, പിന്നെ കമ്പനിയായി. പിന്നെ ഫിദാനെ കണ്ടെടുത്താൽ കണ്ടില്ലേ, കാരണം എപ്പോഴും വേണ്ടത് മിക്സ്ഡ് സ്കൂള് ബോയ്സ് ഇല്ലാത്ത ഗേൾസ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമല്ലോ. ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. റിച്ച്മെന്റ് ഒക്കെ പറയും പിള്ളേർക്ക് ഇങ്ങനെ അങ്ങനെ പറ്റൂല, നമുക്കത് ഇഷ്ടമല്ല. കാരണം ഞങ്ങളിവിടെ ഇവിടെ ഇഷ്ടം അങ്ങനെ ഇവിടെ ഇതാ ആർട്സ് അങ്ങനെ തന്നെ കാര്യം. ഇവരും അങ്ങനെ തന്നെ. ക്ലാസ് ടീച്ചറെ കണ്ട് എല്ലാ കാര്യത്തിലും ഒപ്പം നിന്റെ മനോഹര
മിസ് പോയപ്പോൾ ഞങ്ങൾക്ക് എന്താണ് മിഥിന മിസ് ഭയങ്കര സൗണ്ടിലെ ക്ലാസ് എടുക്കും. പിന്നെ മിസ് എന്ന് പറഞ്ഞാൽ കണ്ണു നോക്കി മിസ്സിന് മനസ്സിലാവും നമ്മൾ ഉറക്കം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൂഡ് ഓഫ് ആണെന്ന് മിസ്സിന് മനസ്സിലാവും. മിസ് നമ്മുടെ ഫ്രണ്ടിനപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും, എടുത്ത് വന്ന് ചോദിച്ചറിയും. മിസ്സിനെ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. റഹീം സാറ്, അനീഷ് സാറ്, അരുൺ സാറ്, സെറീന മിസ്, ജിംഷ മിസ്, ഇവരൊക്കെ പോയി ഇവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി രസം ഉണ്ടാവുമായിരുന്നു. അനീഷ് സാർ കഴിഞ്ഞ വർഷം പോയപ്പോൾ അറിയുന്നു സെൻഡ് ഓഫിനെ വിളിക്കുകയാണെങ്കിൽ വരാൻ നോക്കേണ്ടത് ശാരീരിച്ചില്ലല്ലോ. അനീഷ് സാറ് പോയപ്പോൾ നമ്മൾ ഭയങ്കര ഇതിലായിരുന്നു. കാരണം ജോഗ്രഫിക്ക് ഫിസിക്സ് മാത്രമാണ് അനീഷ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആ ക്ലാസ്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു. ആ സങ്കടം മാറ്റാൻ വേണ്ടി വന്നതാണ് രേഷ്മ മിസ്. ഒരു വൈഫാണ്. അതായത് നമ്മൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഒരു ഫ്രണ്ട് ക്ലാസ് എടുക്കുക, അതേപോലെയാണ് മിസ് ക്ലാസ് എടുക്കല്. പിന്നെ ഖദീജ മിസ് നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഇതുവരെ ചെയ്തു കൊടുക്കും, പക്ഷെ അങ്ങനെയല്ല ലാസ്റ്റ് ടൈമിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്തുകൊണ്ട് നമുക്ക് റിവിഷനെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറച്ചധികം ചെയ്തൊക്കെ കിട്ടി. കൂടെ എല്ലാത്തിനും അതായത് റീലെടുക്കാൻ പോലാണെങ്കിൽ നമ്മൾ കൂടെ നിന്നവരാണ് ഈ ടീച്ചേഴ്സ്. ഞാൻ 10th വരെ പഠിച്ചില്ലേ ഒരു ടീച്ചേഴ്സും ഒന്നിനും ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഈ +1 +2 വന്നപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ഫുള്ള് എല്ലാത്തിലും ആ പഠിത്തത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും നമുക്ക് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്. പിന്നെ ഇന്ന് ഞങ്ങൾ ക്ലാസ് ടീച്ചർ വിജിലി മിസ്സിന് വരാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു മിസ്സിങ്ങാണ്. മിസ്സിനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കാര്യമില്ലെന്ന് പറഞ്ഞോട് കേട്ടു തുടങ്ങിയത്, പക്ഷേ നല്ല സങ്കടമുണ്ട്. നിങ്ങൾ നൽകിയ കേക്കിനും നിങ്ങൾ നൽകിയ നല്ല വാക്കുകൾക്കും സ്നേഹത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ചെയ്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ, ആരും മറക്കട്ടെ. എപ്പോഴും എല്ലാ ടീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതും എല്ലാ ടീച്ചേഴ്സിന് ഞങ്ങളോട് പറയുന്നതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറാമാൻ അപ്പോത്തിന് ബിസിയായി എന്ന് തോന്നുന്നു. ചോറിന് സോയാബീനും ചമ്മന്തിയാണ് കൂട്ടാന്. റിൻഷിന്ന് സോയാബീനാണ് കൂട്ടാന്. കൃഷ്ണന്ന് മുട്ട പൊരിച്ചത് എന്താ ചേരാണ്. എല്ലാവരും ഫുഡ് കഴിച്ചതിന് പരിപാടിക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയപ്പോൾ വലിയ സങ്കടമൊന്നുമില്ലായിരുന്നു. കാരണം ഇനി നമ്മളെല്ലാവരും കാണും, ടീച്ചേഴ്സിനെ ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും. കാരണം മോഡൽ എക്സാം ഉണ്ട്, ഫൈനൽ എക്സാം ഉണ്ട്, ദിവസം നീണ്ടു നേർന്ന് കിടക്കുകയാണ്.
അവിടെ എത്തിയപ്പോഴും പതിവ് പോലെ ചിരിയും കളിയും തമാശയും കുറ്റം പറച്ചിലും തർക്കവും ഒക്കെ നടന്നു. പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിയാൻ സമയത്ത് എല്ലാവരും മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും അധികം ആളുടെയും കണ്ണൊക്കെ നിറഞ്ഞ് കരയാനൊക്കെ ആയി. ചിലരൊക്കെ കരഞ്ഞു. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാനും കരഞ്ഞു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂൾ ലൈഫ് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോയെന്നും എന്താ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്നും കമൻറ്റ് ചെയ്യണേ.